നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ നിസ്തുലതയെ സംബന്ധിച്ചുള്ള പഠന പരമ്പരയുടെ 37ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ എപ്രകാരം നിസ്തുല്യമായിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. വിശുദ്ധ വേദപുസ്തകം സാമൂഹ്യ മണ്ഡലം, തത്വശാസ്ത്ര മണ്ഡലം, വിദ്യാഭ്യാസ മണ്ഡലം, ശാസ്ത്രമണ്ഡലം ഇവിടെയെല്ലാം നിസ്തുല്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതുപോലെ രാഷ്ട്രീയത്തിലും അതിശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള എല്ലാ പരിവർത്തനങ്ങൾക്കും ലോകത്തെ പ്രേരിപ്പിച്ചത് വിശുദ്ധ ബൈബിൾ ആണ് എന്ന് അതിന്റെ അനുവാചകർ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വാസ്തവത്തില് അതാത് കാലങ്ങളിൽ രാഷ്ട്രീയക്കാരായ ആളുകൾ തങ്ങളുടെ കുഴിമാടങ്ങളിൽ മൂടിവെച്ചിരുന്ന, അതായത് അന്ധകാരത്തിൽ അടച്ചുപൂട്ടി വെച്ചിരുന്ന ബൈബിൾ മതഭ്രാന്തന്മാരായ അധികാരികളുടെയും അവരുടെ പാവകളായ ചക്രവർത്തിമാരുടെയും പൂട്ടുകൾ പൊട്ടിച്ച് പ്രൊട്ടസ്റ്റന്റ് യുഗ പുലരിയിൽ അനുവാചകരുടെ കരങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത് വാസ്തവത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിലെ അതിന്റെ സ്വാധീനതയായിരുന്നു. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ, അതുവരെ പുതിയ നിയമം ഗ്രീക്കിലും പഴയ നിയമം എബ്രായ ഭാഷയിലുമായിരുന്നല്ലോ എഴുതപ്പെട്ടിരുന്നത്. എബ്രായ ഭാഷയിലും അതുപോലെ ഗ്രീക്ക് ഭാഷയിലും എഴുതപ്പെട്ടിരുന്ന വിശുദ്ധ ബൈബിളിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ അത് തയ്യാർ ചെയ്തത് വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന, ജോൺ വിക്ലീഫ് എന്ന് പറയുന്ന ദേവദാസനായിരുന്നു. ജോൺ വൈക്ലീഫ് എന്നും പറയപ്പെടും. ജോൺ വിക്ലീഫ് എന്ന് പറയപ്പെടുന്ന ഈ ദേവദാസന്റെ തർജ്ജമയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള ബൈബിളിന്റെ ആദ്യത്തെ ഭാഷാന്തരം. ബൈബിൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് സാധ്യമാക്കി തീർക്കും എന്ന് ആ തർജ്ജമയുടെ ആമുഖത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് സാധ്യമാക്കി തീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനായത്ത വ്യവസ്ഥതയുള്ള ഒരു ഭരണക്രമം ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് ജോൺ വൈക്ലീഫ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ബൈബിൾ ഭാഷാന്തരത്തിന്റെ ആമുഖത്തിൽ എഴുതി ചേർത്തു. വാസ്തവത്തില് ജനായത്ത വ്യവസ്ഥതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഭരണ സംവിധാനം ലോകത്ത് രംഗത്ത് വരുവാൻ നിദാനമായി ഭവിച്ചത് വിശുദ്ധ ബൈബിൾ ആയിരുന്നു. മാത്രമല്ല, ബൈബിൾ സാമ്പത്തിക സമത്വവും പ്രഖ്യാപിക്കുന്നുണ്ട്. ധനവാനെന്നും ദരിദ്രനെന്നും എന്നുള്ള രണ്ട് ശ്രേണികളിലാക്കി മനുഷ്യവർഗത്തെ വേർതിരിക്കാതെ സാമ്പത്തികമായ സമത്വം, സ്ഥിതി സമത്വം വളരെ വ്യക്തമായി ലോകത്ത് രാഷ്ട്രങ്ങളോട് പ്രഖ്യാപിച്ചത് വിശുദ്ധ ബൈബിളാണ്. അതിന് ഉപോദ്ബലകമായി നമ്മള് ദൈവവചനത്തിൽ വായിക്കുന്ന ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടെത്തിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. അത് പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിൽ പ്രവേശിച്ച് മരുഭൂമി വഴിയായി അവർ യാത്ര ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത മന്നയെ സംബന്ധിച്ചുള്ള വിവരണം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന്. അത് സാമ്പത്തിക സ്ഥിതി സമത്വത്തെ കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ആശയം വിശുദ്ധ ബൈബിളാണ് അതിന് അടിത്തറയിട്ടത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന കമ്മ്യൂണിസത്തെ കുറിച്ചല്ല, മറിച്ച് സ്ഥിതി സമത്വമുള്ള ഒരു ആശയത്തെ സംബന്ധിച്ചുള്ള ആവിഷ്കാരം ലോകത്തിന് നൽകിയത് വിശുദ്ധ ബൈബിളായിരുന്നു. പിറക്കിയവർക്ക് എല്ലാവർക്കും സമമായിരുന്നു എന്നുള്ള പ്രഖ്യാപനം കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തോലിക കാലത്ത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ തങ്ങൾക്കുള്ള വസ്തുവകളും ധനമാർഗങ്ങളുമെല്ലാം വിറ്റുപിറക്കി അത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് എല്ലാം പൊതുവക എണ്ണിയ
ഒരു വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശം അവിടെ നാം വായിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിങ്ങളുടെ സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകുമെന്നും അങ്ങനെ സമത്വം വരണം എന്നുമാകുന്നു അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു കൽപ്പിച്ച കൂലി വ്യവസ്ഥയും അവിടുന്ന് വാഴ്ത്തി നൽകിയ അപ്പവും തൃപ്തമാംവിധം സമത്വഭാവം ഉള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ആശയങ്ങളെ നാം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം, രാഷ്ട്രീയ മണ്ഡലത്തിലെ ജനാധിപത്യ വ്യവസ്ഥതയിലുള്ള ഭരണ സംവിധാനവും അതുപോലെ സാമ്പത്തിക സ്ഥിതി സമത്വവും എല്ലാവർക്കും തുല്യത്വമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥതയും വിശുദ്ധ ബൈബിളിന്റെ മഹത്തായ സംഭാവനയാണ്. അതുകൊണ്ടാണ് ബൈബിൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്യന്തം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയം ബൈബിളിന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു.